ഹലോ ഗൈസ്, ഞങ്ങൾ ഇതാണ് ഇതിന്റെ പേരെന്താ ജംബോ പാവ്. വടാപ്പാവിന്റെ ഒരു വേറൊരു വെർഷൻ. അടിപൊളി സോസൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ നമ്മള് മുളകാട്ട് അല്ല, ഞാൻ മുളക് ഇവിടെ നട്ട് എക്സ്ട്രാ ഇവിടെ സോസ് ഉണ്ടായിരുന്നു അടുത്തിട്ട. ഗൈസ് നമ്മൾ വടാപ്പാവ് കഴിക്കാണ്. ഇതാണ് അത് കല്യാണത്തെ ഏറ്റവും ഫേമസ് ഷോപ്പ്. അതെ ആണോ, കിടിലൻ ഷോപ്പ്, അടിപൊളി സാധനം. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചില്ലേ? ഒരു പ്രാവശ്യം കഴിച്ചു. പിന്നെ റമീസ് കഴിക്കണ സമൂസ പാവാണ്. ഞാൻ എന്താ മറ്റേ കേസ് ഹോട്ടൽ മുതലാളിന്റെ അടുത്തിരിക്കുന്ന ആരാ നോക്ക്, റെയ്ഡ് പിടിച്ച് ഹോട്ടൽ ഭയങ്കര തിരക്കാണ്. ഓക്കെ പോവാ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഒരു വടാപ്പാവല്ല സമൂസ പാവ്, വടാപ്പാവും സമൂസ പാവെല്ലാം ഉഷാറായിട്ട് ഇങ്ങനെ ടൗണിൽ കൂടെ നടക്കാനും മുംബൈ മാർക്കറ്റിൽ കൂടെ. അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പേടിയായി. അപ്പോൾ ഞങ്ങൾ ആ ദൃശ്യങ്ങളൊന്നും പകർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് കാണില്ലായിരുന്നു. അതന്നെ, ഫോൺ ആരെങ്കിലും തട്ടിപ്പറിച്ച് വ്ളോഗ് കാണണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം നമ്മൾ അപ്പം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ആളില്ലാത്തൊരു ഫോൺ എടുത്തിരിക്കുകയാണ്. അതെ, ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഔറംഗാബാദിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താക്കാണ് ട്രെയിന് ഔറംഗാബാദ് പിടിക്കുക, അവിടെ പോകണം. അവിടെ പോയി തിരിച്ചു വരലാണ് അടുത്ത കടമ്പ. 7 മണിക്കൂർ എന്തോ ഉണ്ട് അല്ലേ? അവിടുന്ന് 7 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഇതാ ടീമെല്ലാവരും ഉണ്ട്. പേടിയാണ് ഇവിടുന്ന് ഫോൺ എടുക്കുക, അതാണ്. ഓക്കെ ബൈ. പിന്നെ വേറൊരു കാര്യം, അതിനാണ് ഞാനും പുതിയ കണ്ണട വാങ്ങി. അതിന് 3 വാങ്ങി. 5 കണ്ണാടി കൊടുത്തു. 5 കണ്ണാടി 500 ഫാസ്റ്റ് ട്രാക്കാണ്. ഇവിടെ മുന്നേ ഫാസ്റ്റ് ട്രാക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വായിച്ചാണ്. ഇത് വേറെ ട്രാക്കാണ്, ഇത് റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കല്യാൺ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ടു ഔറംഗാബാദ്. നമ്മുടെ കൂടെ ബോസ് ഉണ്ട്. ബോസ് പുതിയ ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ട് നേരത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടാണ്. അത് എത്ര രൂപ മേടിച്ചത്? 50 രൂപ. 50 രൂപ പേശി മേടിച്ച ഗ്ലാസ്സാണ്. ബോസിന്റെ സ്പെഷ്യൽ സ്കിൽ. ആദ്യം ബംഗാളി ബ്രോ പറഞ്ഞു 100 രൂപ. അപ്പൊ നമ്മൾ വിട്ടുകൊടുത്തില്ല. ബോസാണ് കമ്മിയായി പറഞ്ഞു. അപ്പൊ കുറച്ച് ബോസിന്റെ ഈ ഗെറ്റപ്പ് സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ മറ്റേ ബംഗാളി വായെന്ന് ഞെട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ 100 ഒറ്റയടിക്ക് തന്നെ 50 തന്നെ ഒറ്റ ചാട്ടായിരുന്നത്. ഒരു വലിയൊരു സ്റ്റെപ്പായിരുന്നത്. ഇങ്ങനെ 10 അത് സംഭവമില്ല, ഒറ്റയടിക്ക് 50 കുറച്ച് കൊടുത്ത്. അതിനൊക്കെ കുറയ്ക്കുന്നേരോ ഒരു 10 രൂപ ഇറക്കിയോ? അതിനൊരു ഷഡ്ഡി വാങ്ങി 100 രൂപേന്റെ ചട്ടി 90 രൂപയ്ക്ക്. അതാണ് 100 രൂപേന്റെ ചട്ടി 90 രൂപയ്ക്ക് മേടിച്ചു തന്നെ. 100 രൂപയ്ക്ക് മേടിച്ചാൽ പോരെ. കുറയ്ക്കുകയാണെങ്കിൽ 50 അല്ല 100, അതൊക്കെയാണ് നമ്മളെ ഒരു ഡീലിങ്. അതല്ലാണ്ട് അതിനൊരു ഷഡ്ഡിക്ക് 10 രൂപ കുറച്ചിട്ടൊന്നും അങ്ങനെ ഡീൽ നമുക്കില്ല. അത് പറയാ ലാഭേഷ് എന്ന് പറഞ്ഞാൽ നടക്കാണെന്നുണ്ട്. ഇപ്പോൾ 100 രൂപേന്റെ ചട്ടി 90 രൂപയ്ക്ക് വാങ്ങിയിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ചട്ടി. ഓ അങ്ങനെയാണ് കഥ. പിന്നെ റായിബ്രോന്റെ കാല് സീനായി കൂറ കടിച്ചതാണ് കേൾക്കുന്നത്. ഡോക്ടർ ഹിഷാം ബ്രോ പറഞ്ഞതാണ് കൂറ കടിച്ചിട്ടാണ് കാലിപ്പ് എന്തായാലും വീങ്ങിയതല്ലേ. ഗെറ്റപ്പും ലുക്കും കണ്ടിട്ട് ഇവിടുത്തെ ഓഫീസറെന്ന് പറയാ, അവിടെ മെഡിക്കൽ സെല്ലുണ്ട്, അവിടെ പോണ നോക്കാം. റായൽ ബ്രോനോട് റായൽ ബ്രോ ഭയങ്കര സെറ്റപ്പിലൊക്കെ വന്നത്. നമ്മളെ ഡോക്ടർ ഹിഷാം ബ്രോ ഉണ്ട്, അഷ്ഫാഖ് ഉണ്ട്, പിന്നെ അപ്പതാളാ പോയി. ₹100 ഷട്ടി മേടിച്ച് 90 രൂപയ്ക്ക് കൊണ്ട് മേടിച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ്. 100 രൂപേന്റെ ചട്ടി 90 രൂപയ്ക്ക് മേടിച്ച് മാസമായ മഹാൻ ഇവിടെ ഉണ്ട്. പിന്നെ അതാ പോലീസ് പൊക്കി RRT അവിടെ സേഫ് ആയിട്ടുണ്ട്. നമ്മളെ അതെ അതായത് RRK പോലീസ് വിട്ടാണ്ട് ഇവിടെ എത്തിയപ്പോ
നമ്മൾ നോക്കുമ്പോ പാന്റിന്റെ സിബിലേ പാന്റിന്റെ കീശന്റെ സിബ് പാന്റിന്റെ സിബ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കണേ. പാന്റിന്റെ കീശന്റെ സിബാണ്. പാന്റിന്റെ സിബ് ഓപ്പൺ ആയി കിടക്കണേ. ഇത് ആദ്യത്തെ തവണല്ല. നേരത്തെ നമ്മള് കല്യാൺ ജംഗ്ഷനിൽ കല്യാൺ ജംഗ്ഷനിൽ സൺഡേ മാർക്കറ്റ് പോയ ടൈമിൽ ഇതേ RRK ഉണ്ടായിക്കണേ. RRK ഇങ്ങനെ ആ തിരക്ക് കൂടെ നമ്മൾ ആ മാർക്കറ്റിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് RRK എന്റെ സിബ് ആരോ തുറന്നിടാന്ന് നോക്കുമ്പോൾ സിബ് തുറന്നെടുക്കണേ. സിബ് തന്നെ പാന്റിന്റെ സിബ്, എന്തിന്റെ ഒന്നുമില്ല, പാന്റിന്റെ സിബല്ലേ ഉണ്ടാവുള്ളൂ, അതൊക്കെ മതി. അപ്പോ ആ സിബ് തുറന്നെടുക്കാന് ഞാൻ ഭാഗ്യത്തിന് ഞാൻ കണ്ടതിനെ കൊണ്ട് കഴിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ ഉള്ള അവസ്ഥ അറിയാലോ, മുംബൈ സിറ്റിയാണ്. ഞാൻ കണ്ടതിനെ കൊണ്ട് കഴിച്ചില്ലായി. ബോസ് ബിസിയാണ്, ഡീലിങ്സിലാണ്. അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ ഔറംഗാബാദ് കാഴ്ചകളൊക്കെ ആയിട്ട് പിന്നെ വരാം. അടി ഈ 4 നമുക്ക് സീറ്റ് എത്തിയില്ല. എന്നിട്ട് ഞാനിപ്പോ എണീപ്പിച്ചാണ് എന്തെങ്കിലും വിളിച്ചു ഉത്തരം കണ്ടില്ല. അപ്പൊ എല്ലാവരും പാടെ ഉണ്ടോ വിളിച്ചിട്ടുണ്ടേ അങ്ങനെ ഇവിടെതാ. വേറൊരു കുണ്ടച്ചി ഭായി എന്തോ തുപ്പിയതാണ്, തമ്പാക്ക് തുപ്പി. വേറൊരു കുണ്ടച്ചിണ്ട് മേലെ. അതാ മേലെ ഓണർ ഭയ്യ ആണ് മെയിൻ കുണ്ടച്ചി. കുണ്ടച്ചി സോ ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഔറംഗാബാദെത്തിയാണ്. എല്ലാവർക്കും എക്സ്പോസ് റായൽ അവിടെ 2 ആളുണ്ട്. അങ്ങനെയുണ്ട് റംസ് ബോസ് ട്രെയിൻ എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറക്കം ലേശം കുറവാണ്. ഉറക്കം കുറവായിരുന്നു. ഉറങ്ങാനൊക്കെ പറ്റിയിട്ടില്ല. അത് 1.5 ഒരു വലിയ ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് വരാം. ഓരോ ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാറാക്കി പോവാണ്. നമ്മുടെ അശ്വാഖിന്റെ കാണില്ല. ആണല്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഔറംഗാബാദാണുള്ളത്. ഇവിടെ നമ്മൾ എല്ലാവരും പോവാണ്. ഓക്കെ, ബോസ് ഇവിടെ ഉണ്ട്. ബോസ് ഇവിടെ ടാക്സി ഒക്കെ സെറ്റ് ആക്കിയാണ്. സംഭവം എന്താ പ്രശ്നമാണോ? വണ്ടി അത് എന്തൊക്കെയാ അവിടെ സമയം നമ്മളൊരു വണ്ടി കയറി. മച്ചാനെ വണ്ടി ഓടി കയറിയാന്ന് ഡൗട്ട് ഉണ്ട്. വണ്ടി ഓട്ടാ അറിയില്ല. ഇവർക്ക് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലച്ചപ്പുറത്തുണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയ ബാഗ് ഉണ്ട് മനസ്സിലായില്ലേ? ഈ ചെറിയ ബാഗ് ഉണ്ട് അടുത്ത ട്രിപ്പ് നടക്കണ്ടേ? ഒരു പാൻറ് 2 കുപ്പായം കൊള്ളുന്നു. ഇതെങ്ങനെ ഒരു പാൻറ് 2 കുപ്പായിട്ടാലോ ഈ ബാഗ് ഉള്ളു? വലിയ ബാഗ് ഫുള്ളാവും. എന്തിനാണ് വലിയ ബാഗ് കൊണ്ടിരുന്നേ? ഹലോ ഗായ്സ്, ഇതാണ് റായൽ ബ്രോ. റായൽ ബ്രോന്റെ കാല് ഇൻഫെക്ഷനായി. ഇത് കണ്ട എന്തോ അട്ട കടിച്ച എന്തോ കടിച്ച്. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളിപ്പോ ഇവിടെ എത്തി. എല്ലോറ കേവ്സ് എത്തിയിരിക്കുകയാണ്. എല്ലോറ കേവ്സ് കണ്ടിട്ടോ? എല്ലോറ കേവ്സ് അതാ അവിടെ ബാക്കിലുണ്ട്. അവിടെ ഉണ്ട് സാധനം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി. ബോസ് ഡ്രസ്സ് മാറ്റിയില്ല. ബോസ് ഡ്രസ്സ് മാറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റിക്കണ്. ഇപ്പൊ 2 ടീം ബാത്റൂം കയറിയാണ്. നാട്ട കേസ് പറയല്ലേ? പറയണ്ട. വ്ളോഗാ. ഇന്ന് രാത്രി അമില് ലൈവ് വരും. അയ്യോ, വൈഫൈ ഉണ്ടാകുന്ന റൂം എടുക്കാൻ. ഇന്നത്തെ ലൈവ് മിക്കവാറും 18+ ആയിരിക്കും. അയ്യോ,
ഉള്ളൂ. അത്രയും കാര്യങ്ങളുണ്ട്. കൊറേ നാളുകൾ കൊറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ ഒന്നല്ലെങ്കിൽ ഇന്നലെ ഒരു സംഭവബഹുലമായ ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കണ്. ഫുൾ നാറ്റ കേസുകളാ. മാത്തലാൻ ഇറങ്ങിയോട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മാത്തലാൻ വരെ നല്ലപോലെ പോയിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ ഫുള്ള് അവസ്ഥ. ട്രെയിൻ ആണെങ്കിലും സിബിന്റെ അതാണെങ്കിലും ഇപ്പൊ അതാ അടുത്തത് ഒക്കെ വരും ട്രെയിനും ഒക്കെ നമ്മള് വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. बेसी जाओ शांति से चलो जल्दी आओ जो पासियो കേവ് നമ്പർ 16. കേവ് നമ്പർ 16 വീഡിയോ ഫുൾ പാറയിൽ കൊത്തിയെടുത്തത്. सभी लोग आ जाओ. അവിടെ 20 രൂപ നോട്ടോടെ. ഇതെന്താ സിംഹം നോക്കിയാ? സിംഹത്തെ തല കൊടിഞ്ഞു. ടൈഗറിന്റെ തല പോയി. അവിടെ നിന്നല്ലേ എടുത്ത ഫോട്ടോ? അവിടെ നിന്ന് ഇങ്ങോട്ടാ ഇതല്ലേ കാണുന്നത്? ഞാൻ കാണിച്ചതാ. ഈ പോർഷനാണ്. നോക്കട്ടെ, നോട്ടോക്കട്ടെ. ഇതാണ് സംഭവം. ഇനി ആരും എന്താ സംഭവം എന്ന് ആലോചിച്ച് ബേജാറാവണ്ട. ഇതാണ് സംഭവം. ദിസ് വൺ ഇതൊരു സീൻ നിർമ്മിതി തന്നെയാണിത്. ടീം മേലെത്തിന് ഏഷ്യൻ ലെവൽ. ഓ എന്താല്ലേ വ്ളോഗ് തന്നെ വ്ളോഗ്. എന്താ പറയാനുള്ളത്? വേറെ കോൺസ്പിറൻസി തിയറി ഉണ്ട് ഇവിടെ. അതായത് ഇതുണ്ടാക്കാൻ മനുഷ്യന്മാരെ ഏലിയൻസും സഹായിച്ചിക്കണെന്ന്. അല്ലാണ്ടൊരു മനുഷ്യർ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനത്തെ തിയറി ഉണ്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് അതായത് 1000 കൊല്ലം എടുത്തത് ഉണ്ടാക്കാൻ. 1,00,000 ടണ്ണ് പാറ തുറന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ ആ വേസ്റ്റ് ഇവിടെ അടുത്ത എവിടെയും ഇല്ല. ഇത് ആ മേലെന്ന് വെട്ടിപ്പൊളിച്ച് താഴെ വരെ എത്തി. താഴെ എത്തിയിട്ട് ഇതിന്റെ വേസ്റ്റ് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞിട്ടുണ്ടാവല്ലോ, വേറെ എവിടെയും കൊണ്ടിടാൻ കഴിയില്ലല്ലോ. അപ്പൊ അന്നത്തെ ഒരു സിസ്റ്റം, അതായത് അന്നൊരു ഒരു 1000 വർഷങ്ങൾക്ക് ആ ടൈമിലല്ലോ, 1000 വർഷങ്ങൾക്ക് മുമ്പൊന്നും അങ്ങനെ അത്ര ദൂരത്തേക്ക് കൊണ്ടുവിടാൻ പറ്റിയ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അപ്പോ എന്താ ഗ്രൗണ്ട് കാണാം. ഇവിടെ എന്താ പിടിക്കാനൊക്കെ ഉണ്ടല്ലേ? പിടിച്ചിട്ട് എന്താ ചെയ്യാ? ഒരു പാറ കുന്ന് തുരന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോട്ടോ അവിടുന്നോ? അങ്ങനെ വേറെ കല്ലാണത്. അപ്പൊ അതിങ്ങനെ അത് പൊട്ടിയുണ്ടല്ലേ അതേമാതിരി.
വിശ്വസിച്ച് ഓക്കെ എന്നാണ്. വേറെ ഒന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ആന ചുട്ടത് ആന നിർത്തിപ്പൊരിച്ചത് മുമ്പേക്കായി ചെത്തി കളഞ്ഞു, ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കയറാനുള്ള പരിപാടിയാണ്. അത് പൊട്ടിപ്പോയ സ്ഥലത്ത് വലിയ പിന്നാക്കിയതാ തോന്നുന്നു. ഇവിടുത്തെ സ്റ്റെപ്പിനൊക്കെ ഇത് വലുപ്പം. ഏത് രാജാവ് ഉണ്ടാക്കിയ ആളെ എനിക്കറിയില്ല. ഏതൊരു ടീമാണ്, എന്തോ ഒരു ഡൈനാസ്റ്റിയാണ്. രാജാവിന്റെ കക്കൂസാണ് ഇതല്ലേ കാണുന്നുണ്ടോ ഗൈസ്? ഇത് ഓട്ട, അതിങ്ങനെ കാലിങ്ങനെ വൈഡാക്കി വെക്കും, എന്നിട്ട് ഇങ്ങനെ അതാണ് പരിപാടി. ഇത് മൂത്രയിക്കാനായിരിക്കില്ലേ? ചെറിയ ഓട്ട. ഇശാമേ ഏതോ തോളാത്ത വരുന്നങ്ങാണ്ട് ഉള്ളോട്ട കയറിക്കൊണ്ട് അത്രേ ഉള്ളൂ. ഞാണ് ഗുഹ നമ്പർ എത്ര? 35. അടുക്കടുക്ക് ഭയങ്കര പ്രശ്നമാണ് ഇതിൻ്റെ ഉള്ളില്. ഇത് ജയില്. ഈ ജയിലിന്റെ പാസേജ് അടച്ചതാണിത്. ഓക്കെ, കുത്തിക്കോ, ഫോട്ടോ എടുക്കാൻ നമുക്ക് വാ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗുഹന്റെ ഉള്ളിലാണ് അല്ലേ? ഇവിടെ ഓക്സിജൻ ഇല്ല. ഗുഹന്റെ ഉള്ളിൽ ഇറങ്ങാണ്. ഇപ്പോൾ പ്രശ്നമാണ് ഗുഹയില്. ആച്ചൊക്കെ കുത്തിരിക്കണം, ടയേർഡായി വന്നിട്ട്. ഈ റമീസ് തിന്നാൻ കൊടുക്കൂലേ ആച്ചുവിന്? ആച്ചു തിന്നാൻ കിട്ടാതെ ഇറങ്ങാറാണ്. റമീസാണ് കാരണം. ഇവിടെ കഥ കുറേ ഇതുണ്ട്. ചിലപ്പോ ഇന്ന് പിന്നെ ഞങ്ങള് മുംബൈക്ക് ഇന്ന് തിരിക്കുന്നതാണ് ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതൊരു 1.5 ഐറ്റമാണ്. ഭയങ്കര ഹൈറ്റാണ് ഇതിന്. അത്രയും ഭയങ്കര ഹൈറ്റുള്ള ഒന്നും നോക്കിയില്ല, ഒരൊറ്റ മൈൻഡിൽ ആഗ്ര കയറി.